ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് ചെറിയൊരു പോസിറ്റിവിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ലേറ്റർ ഹാഫിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു മാർക്കറ്റിൽ അങ്ങനെ ഒരു ചെറിയൊരു ട്രെൻഡ് റിവേഴ്സൽ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോസിറ്റിവിറ്റി അവിടെ കണ്ടിരുന്നു. ബിക്കോസ് നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ RBIയുടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഫോറക്സിൻ്റെ ഡോളേഴ്സിൻ്റെ കുറച്ച് വിനിമയമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അത് ഇന്ത്യയുടെ എക്കണോമിയെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും റുപ്പിയുടെ പ്രൈസ് ഓവർ പ്രൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. 97 പോയ റുപ്പിയുടെ പ്രൈസിനെ കുറച്ചു കൊണ്ടുവരാനുള്ള മെഷേഴ്സ് RBI എടുത്തിട്ടുണ്ടായിരുന്നു. അത് ബാങ്കിന് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കാരണം ബാങ്ക് നിഫ്റ്റി ഇന്നലെ 2% മേളിലായിരുന്നു. ഓൾറെഡി നമ്മൾ SBIയുടെ സ്റ്റോക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെയും ഞാൻ SBIയുടെയും ആക്സിസ് ബാങ്കിൻ്റെയും അനാലിസിസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ ഗുഡാണ് എന്നുള്ളത്. നിങ്ങൾക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്, കൃത്യമായിട്ടുള്ള റിസൾട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുക. ഇതൊരു ട്രേഡ് ടിപ്പല്ല, അനാലിസിസ് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. അടുത്തത് അത് കാരണം നമ്മുടെ നിഫ്റ്റി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ബാക്കപ്പ് ചെയ്തുകൊണ്ട് നിഫ്റ്റി കയറുകയും ക്ലോസ് ചെയ്തത് പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിങ്ങിൽ നിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഇന്നലെ അതിനുശേഷം വൈകുന്നേരം US മാർക്കറ്റിൽ ഒരു ക്രാഷ് സംഭവിച്ചു. എന്താണ് റീസൺ എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ അതൊരു US-ൻ്റെ ഒരു ഹെലികോപ്റ്റർ അബദ്ധത്തിൽ വീഴുന്നതാണെന്ന് പറയുന്നുണ്ട്, വെടിവെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. ഹോർമസിൻ്റെ അടുത്ത് ഒരു ഹെലികോപ്റ്റർ വീഴുന്നിട്ടുണ്ടായിരുന്നു. സോ അത് കാരണം ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുകയും അത് കാരണം മാർക്കറ്റിലൊരു ചെറിയൊരു US മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 1000 പോയിൻറ്റ്സ് പെട്ടെന്നൊന്ന് വീഴുന്നിട്ട് ഒരു 3.5% മേളിൽ മാർക്കറ്റ് വീഴുന്നിട്ട് പിന്നീട് ഇന്ന് രാവിലെ നോക്കുമ്പോഴേക്കും അതൊരു 1% നിൽക്കുന്നുണ്ട്. അപ്പോൾ 3.5% വീഴുന്നിട്ട് തിരിച്ച് 2.5% തിരിച്ച് റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഡേറ്റ ഇല്ല, കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. സോ നമ്മുടെ മാർക്കറ്റിലും ഒരു വളരെ ബിഗ് അല്ലാത്ത ആ ഒരു നെഗറ്റിവിറ്റി ഒന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ സാധ്യത ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിങ്ങിനാണ് സാധ്യത കാണിക്കുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ, 23,257 കാണിക്കുന്നത്. 257 എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ എന്താണോ ക്ലോസ് ചെയ്തത് ആ ഒരു ഏരിയയിൽ തന്നെ നിൽക്കാനാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 23,240 മേളിലുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കും. അപ്പോൾ ലിറ്ററലി ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഏതാണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ലൈൻ അല്ലേ. ഈ ഒരു ലൈനിന് തൊട്ട് മേളിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് താഴെ ഓപ്പൺ ചെയ്താലും ഇത് ആദ്യം വന്ന് ഈ ലൈനിൽ ബ്രേക്ക് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ഇല്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ലൈനിൽ നിന്ന് എവേ പോകാനോ ഇല്ലെങ്കിൽ ഈ ലൈനിൽ വന്ന് ടച്ച് ചെയ്ത് തിരിച്ചു പോകാനുള്ളൊരു സാധ്യതയായിരിക്കും ശ്രമിക്കുക. മാർക്കറ്റ് ഓൾറെഡി ഒരു പോസിറ്റീവ് നോട്ടിൽ നിൽക്കുന്ന കാരണം ഇന്നലെ മാർക്കറ്റ് വീഴുന്നപ്പോൾ മാർക്കറ്റിലൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഡേ ഹൈ SL കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് മാർക്കറ്റ് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു 12 മണി കഴിഞ്ഞപ്പോഴേക്കും മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് മാർക്കറ്റ് വന്ന് ഇന്നലത്തെ ഡേ ഹൈക്ക് മേളിൽ വന്നു, എന്നിട്ട് തിരിച്ച് അതിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഡേ ഹൈ ഏരിയ റെസിസ്റ്റൻസിൻ്റെ അടുത്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഇന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും. സോ മാർക്കറ്റിൽ വാച്ച് ചെയ്യാനുള്ള ലെവൽസ് 350, 23,350 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, തിരിച്ച് 440 ഇന്നലെ പറഞ്ഞ അതേ ലെവൽസ് തന്നെയാണ് മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുക. ഓക്കെ, അടുത്ത് മാർക്കറ്റിൻ്റെ ലോവർ സൈഡിലേക്കാണെങ്കിൽ 240 കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ സപ്പോർട്ട് എടുത്തിരുന്ന ഈ ഒരു 100 എന്നിങ്ങനെ ലെവലാണ്. ഇവിടെയാണ് ഈ കറക്റ്റ് 200-ലാണ് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് കയറിപ്പോയത്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സിമ്പിളാണ്. ലൈന് വന്ന് ഹിറ്റ് ചെയ്തു, അടുത്ത സെക്കൻഡിൽ ഇത് ബൗൺസ് ചെയ്ത് 240 പോയിട്ടുണ്ട്. ഒരു മാർക്കറ്റ് ഒരു സ്വിംഗ് മോഡലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നെങ്ങാനും ആ മോഡൽ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മേളിൽ കയറി അടുത്ത ലെവലിലേക്ക് 350, 440 റേഞ്ചിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് ഇവിടെ ഒരു സ്വിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇന്ന് മേളിലേക്കാണ് പോകുന്നതെങ്കിൽ ആ സ്വിംഗ് ഏരിയയിൽ നിന്ന് വെളിയിൽ പോവുകയും ഇത് അടുത്ത സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും.
ഓക്കെ. ഇല്ല, മാർക്കറ്റ് തിരിച്ച് വരുവാണെങ്കിൽ ഈ ഒരു സ്വിംഗ് ഏരിയയിലേക്ക് തിരിച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് സൈഡ് വേസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇന്നത്തെ അനാലിസിസ് എന്ന് അറിയുക. സോ ഇതിനനുസരിച്ചിട്ടുള്ളൊരു ട്രേഡ് സെറ്റപ്പ് ചിന്തിക്കുക. മാർക്കറ്റ് ഇന്നലെ പോയ ഒരു സൈഡ് വേസ് ഷോർട്ടായിട്ടുള്ള ഒരു സൈഡ് വേസ് ഏരിയയാണിത്. മാർക്കറ്റ് തിരിച്ചെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഈ ഏരിയ ആയിരിക്കും ഏറ്റവും അടുത്തുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുക. സോ ഇതിനനുസരിച്ചിട്ടുള്ളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ പ്രത്യേകിച്ച് വലിയ ഡേറ്റ ഇന്ന് ഇല്ല. ഇന്നലത്തെ എക്സ്പയറിയുടെ വോൾട്ടൈലിറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് കാമായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. എന്താണോ മാർക്കറ്റ് ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ സംഭവിക്കുന്നത് അതിന് ഒരു കണ്ടിന്യൂറ്റി വരാനുള്ള സാധ്യതയുണ്ട്. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.